കേരളത്തിൽ ഏത് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായാലും ആദ്യം പ്രകടമാവുന്ന ഒന്നുണ്ട്. UDF എന്ന സംവിധാനത്തിൻ്റെ ദൗർബല്യവും അസംഘടിത സ്വഭാവവും. ബാർ കോഴ കേസിന് ശേഷമുള്ള ചിത്രവും മറ്റൊന്നുമല്ല. ആഭ്യന്തര വകുപ്പ് എല്ലാവരുടെയും നിരീക്ഷണത്തിലാണ്. ഒരു വശത്ത് പാർട്ടിയെ പിടിച്ചുലച്ച ബാർ വിവാദം, മറുവശത്ത് നിയമവാഴ്ചയുടെ വിശ്വാസ്യത ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം. ഇതിനിടയിൽ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി നിലതെറ്റാതെ മുന്നോട്ട് പോകുന്നത്? അതിന് കഴിയുമോ? പ്രതികരിക്കുന്ന നേരെ ചൊവ്വയിൽ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല. ഇപ്പോഴത്തെ വിവാദത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. KM മാണിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നു എന്ന് അദ്ദേഹവും UDF നേതാക്കളും പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ബാർ ബിസിനസ് പൊളിഞ്ഞ മുതലാളിമാരാണെന്നും പറയുന്നുണ്ട്. സത്യാവസ്ഥ അറിഞ്ഞാൽ കൊള്ളാം. ആഭ്യന്തര വകുപ്പിന് ഈ പുകമറയൊന്ന് മാറ്റിക്കൂടെ? തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പല്ലേ ഇക്കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ്റെ ഒരു കത്ത് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ക്വിക്ക് വെരിഫിക്കേഷന് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ നടപടി സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ അതിലൂടെ സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ള ശ്രമമാണ് വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ ഈ വെരിഫിക്കേഷൻ അത്രയും വേഗം നടത്തിയതുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. അത് വേണ്ടിയിരുന്നില്ല എന്ന് വാദിക്കുന്ന കുറേ ആളുകൾ UDF തന്നെയുണ്ട്. അത് ബുദ്ധിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് ആഭ്യന്തര വകുപ്പിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ലളിതകുമാരി വേഴ്സസ് ഗവൺമെൻറ് ഓഫ് UP ആൻഡ് അതേഴ്സ് എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ്. നമ്മുടെ ബഹുമാനായ ഗവർണർ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. നേരത്തെ സിറാജുദ്ദീൻ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് മദ്രാസ് ഒരു വിധി ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ടാണ് പുതിയ വിധി വന്നിരിക്കുന്നത്. പുതിയ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ FIR എടുക്കാൻ വിജിലൻസ് നിർബന്ധിതമാണ്. അല്ല, അത് അതിൻ്റെ ഒരു വ്യാഖ്യാനം മാത്രമാണോ? അതല്ലാതെ FIR എടുത്തില്ലെങ്കിൽ കോടതിയിൽ നിന്നൊരു പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ അത് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുന്നതായിരുന്നു ബുദ്ധി എന്ന് വിശ്വസിക്കുന്നവരില്ലേ? ഈ കേസിനകത്ത് കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാതെ ഈ കേസിൻ്റെ വെരാസിറ്റി പരിശോധിക്കുന്നില്ല. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൻ്റെ സത്യസ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കുന്നില്ല, വിലയിരുത്തുന്നില്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തരുന്ന പരാതിക്കകത്ത് ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടോ എന്നൊരു ക്വിക്ക് വെരിഫിക്കേഷനിലൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ FIR എടുക്കണമെന്നാണ് പുതിയ നിയമം. ഈ ബാർ കോഴ കേസിൽ ഇപ്പോൾ നടക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണ്, കച്ചവടമാണെന്ന് KM മാണി ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട്. ഈ ബ്ലാക്ക് മെയിലിംഗ് നിർത്താൻ യാതൊരു നിയമവുമില്ലേ? അല്ല, ഞാൻ വിജിലൻസിൻ്റെയും ഹോമിൻ്റെയും മന്ത്രി ആയതുകൊണ്ട് എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ല. ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ പറയും, അപ്പോൾ വിജിലൻസ് അന്വേഷണത്തെ അട്ടിമറിക്കാൻ നോക്കുകയാണെന്ന് പറയും. അതല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ രീതി വ്യാഖ്യാനിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കില്ല. എനിക്ക് പറയാനുള്ളത്, ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട തെളിവുകൾ കയ്യിലുള്ള ആളുകൾ അവര് വിജിലൻസിന്റെ മുമ്പിൽ ഈ തെളിവുകളൊക്കെ കൊടുക്കട്ടെ. ജനങ്ങൾക്കുള്ള ഒരു സംശയം ഞാൻ ഉന്നയിക്കുകയാണ്. എൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്, അതിലെല്ലാ തെളിവുകളും ഉണ്ട്, നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ ഞാൻ സന്നദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ ഒരാൾ വരുമ്പോൾ എന്നാൽ പിന്നെ ഈ ഹാർഡ് ഡിസ്ക് അങ്ങ് എടുത്തിട്ട് അതിനകത്ത് എന്താണെന്ന് നോക്കുക, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറയുക, എന്നിട്ട് തെളിവുകൾ വിലയിരുത്തുക, നുണപരിശോധന നടത്തുക, അത്തരം നടപടികളിലേക്ക് എന്തുകൊണ്ട് നീങ്ങുന്നില്ല? അല്ല, അതതിൻ്റെ ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഒരാൾ വന്ന് പറയുക എൻ്റെ അടുക്കൽ ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കൊണ്ടുവരേണ്ടി വരും, പരിശോധിക്കേണ്ടി വരും. തന്നെയുമല്ല, ഈ എവിഡൻസ് ആക്ട് പ്രകാരം ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ഈ രേഖ വ്യാജമാണോ സത്യമാണോ എന്ന് പരിശോധിക്കാൻ 15ഓളം കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പ്രകാരം അതിന് ശബ്ദരേഖ തെളിയിക്കപ്പെടണം. അല്ലാണ്ട് ശബ്ദരേഖ ഈ കാലത്ത് ആരുടെ വേണമെങ്കിൽ ശബ്ദരേഖ ഉണ്ടാക്കാൻ കഴിയും, മിമിക്രി ഉണ്ടാക്കാൻ കഴിയും, ആളുകൾ ഇത് കൂട്ടിച്ചേർക്കാൻ കഴിയും, ഉള്ള ഭാഗങ്ങൾ വെട്ടിച്ചേർത്തും. അതുകൊണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം നിയമപരമായി ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ 10-15ഓളം കാര്യങ്ങൾ അതിനെ ഉപോത്ബലകമായി ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അതെ, എഡിറ്റഡ് CDs നോ എവിഡൻസ് എന്നാണ് നിയമം പറയുന്നത്. അതെ. ഇനി അഥവാ എന്തെങ്കിലും കാര്യത്തിൽ ഈ ബാർ കോഴ കേസ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു റിക്കവറി നടക്കണം. എവിഡൻസ് ആക്ട് 27 അനുസരിച്ചിട്ട് എന്തെങ്കിലും റിക്കവർ ചെയ്യണം. പക്ഷെ അതൊന്നും ഇല്ലാത്തിടത്തോളം കാലം ഇതൊന്നും ചിലപ്പോൾ കോടതിയിൽ നിലനിന്നില്ലെന്ന് വരാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ മുമ്പിൽ ഒരു വിശ്വാസ്യതയുണ്ട്. അതിൽ UDF വിജയിക്കുന്നു തോന്നുന്നുണ്ടോ? ഇതിനകത്ത് രണ്ട് വശമാണുള്ളത്. ഒന്ന്, ആരോണം ആർക്കു വേണമെങ്കിൽ ഉന്നയിക്കാം. ഇപ്പോൾ ആരുടെ പേര്, ജോണി ലൂക്കോസിൻ്റെ പേരിൽ എനിക്ക് ആരോണം ഉന്നയിച്ചുകൂടെ, എൻ്റെ പേരിൽ ഉന്നയിച്ചുകൂടെ? ഉന്നയിക്കുന്ന ആളുകൾക്ക് ഇത് വ്യവസ്ഥാപിതമായി തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി. ഏത് കേസാണെന്നുണ്ടെങ്കിലും പാർട്ടിക്കും മുന്നണിക്കും ഒക്കെ ചില താല്പര്യങ്ങളുണ്ടാവും. അത് താങ്കൾ സംരക്ഷിക്കുന്നില്ല എന്ന ആക്ഷേപം അവർക്കുണ്ടോ? അല്ല, അത് എനിക്ക് മന്ത്രി എന്നുള്ള നിലയിൽ നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ.
അതിനകത്ത് ആരെങ്കിലും ഫേവർ ചെയ്യുകയോ ആരെങ്കിലും അല്ലെങ്കിൽ മോശക്കാരാക്കുകയോ ഒന്നും ചെയ്യുന്ന ജോലി എനിക്കില്ല. നിലനിൽക്കുന്ന നിയമങ്ങളുടെയും അതോടൊപ്പം തന്നെ കീഴ്വഴക്കങ്ങളുടെയും നടപടിച്ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ മന്ത്രി എന്നുള്ളത് ഞാൻ പ്രവർത്തിക്കൂ. അപ്പോൾ കെ എം മാണിക്ക് അത് ആർക്കെങ്കിലും അതിന്റെ പേരിൽ അലോരസം ഉണ്ടായാലും എനിക്ക് പ്രശ്നമല്ല. അല്ല, ആർക്കെങ്കിലും ആ കാര്യത്തിൽ അലോസരമുണ്ടോ? കെ എം മാണിക്ക് ഉണ്ടായാലും അദ്ദേഹം ഒരിക്കലും ശ്രീ കെ എം മാണി സാറിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് ആണ് ആ കാര്യത്തിൽ. ഒരു ഘട്ടത്തിൽ പോലും ഇതിനകത്ത് ഇടപെടാൻ അദ്ദേഹം അല്ലെങ്കിൽ എന്നോട് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. തികച്ചും നീതിപൂർവമായാണ് ബാർ കോഴ കേസിലെ അന്വേഷണം നീങ്ങുന്നത് എന്ന് താങ്കൾ പറയും, താങ്കൾ ഇടപെടുന്നില്ല എന്നും പറയും. പക്ഷേ താങ്കൾ കെ എം മാണിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടു എന്നത് വാസ്തവമാണ്. അതെൻ്റെ ഒരു മര്യാദ. കാരണം അദ്ദേഹത്തിന് ഞങ്ങളോട് ഒരു സീനിയർ പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹം ഡൽഹിയിലായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ FIR ഇട്ട സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തെ പോയി വീട്ടിൽ പോയി കണ്ടു എന്ന് പറയുന്നത് എൻ്റെ ഒരു മര്യാദയുടെ ഭാഗമാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഈ കേസിനകത്ത് ഇടപെടണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. താങ്കൾ കെ എം മാണിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടു എന്നത് വാസ്തവമാണ്. അതുപോലെ ജേക്കബ് തോമസിനെ അവിടെ നിന്ന് മാറ്റാനൊരു നീക്കം നടക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇതൊന്നുമില്ല, അതൊന്നും ബാധിക്കില്ല എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നതിൽ ജേക്കബ് തോമസിന് ഒരു പങ്കുമില്ല. ഇത് നേരിട്ട് നോക്കുന്നത് വിൻസെൻ്റ് പോൾ എന്ന ഡയറക്ടറാണ്. പത്രമാധ്യമങ്ങളിലൂടെ ആളുകൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകന്മാർ അവരുടെ ഇഷ്ടാനുസരണം എഴുതുന്നത് കൊണ്ടുണ്ടാകുന്ന ആശയക്കുഴപ്പമാണിത്. ഈ കേസ് അന്വേഷിക്കുന്നത് സ്റ്റേറ്റ് വൈഡ് ജൂറിസ്ഡിക്ഷനുള്ള SIU 1 ആണ് അന്വേഷിക്കുന്നത്. അതിൻ്റെ നേരിട്ടുള്ള ചുമതല വിൻസെൻ്റ് പോളിനാണ്. അപ്പോൾ ഒരു ഘട്ടത്തിലും ജേക്കബ് തോമസ് ഈ കേസുമായി ബന്ധപ്പെടുന്നില്ല. വിജിലൻസിൽ നിന്ന് ജേക്കബ് തോമസിനെ മാറ്റിയാൽ അത്തരമൊരു ചർച്ചയ്ക്ക് കാര്യമില്ല എന്ന് താങ്കൾ പറഞ്ഞു വെക്കുകയാണ് നേരത്തെ മുൻകൂട്ടി. അല്ലല്ല, മുൻകൂട്ടിയല്ല, അതാണ് സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാർ വസ്തുത അറിയാതെ ജനങ്ങളെ വാർത്തകൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് വസ്തുത മന്ത്രി എന്ന നിലയിൽ ഞാൻ പറയണ്ടേ? ഒരു റുട്ടീൻ നടപടി എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ തസ്തിക മാറ്റം സംഭവിക്കാവുന്നതല്ലേ ഇനി? അത് ആഭ്യന്തരമന്ത്രിക്ക് ആരെ ഏത് സമയത്ത് വേണമെങ്കിലും മാറ്റാം. അവരുടെ സംശയമുണ്ടോ? അല്ല, ഉടനെ ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുകയല്ലോ. അഥവാ അദ്ദേഹത്തെ കേസുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു വെച്ചതുകൊണ്ട് വീണ്ടും സംശയം കൂടുകയാണ്. ഒരു സംശയവും വേണ്ട. ഈ കേസ് സത്യസന്ധവും നീതിപൂർവമായ നിലയിലാണ് അന്വേഷിക്കുന്നത്. പ്രതിപക്ഷത്തിന് പോലും ഇല്ലാത്ത പരാതി എന്തിനാ ജോണി ലൂക്കോസിനുണ്ടാവേണ്ട കാര്യം? വളരെ നീതിപൂർവമായിട്ടാണ് ആഭ്യന്തരമന്ത്രി ഈ കേസ് അന്വേഷണം കൊണ്ടുപോകുന്നത് എന്ന് പ്രതിപക്ഷത്ത് ആരെങ്കിലും പറഞ്ഞു? ഈ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ 1.25 വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു അസംതൃപ്തിയും ആരും രേഖപ്പെടുത്തിയിട്ടില്ല. അത് ഞാൻ അത്രയും സൂക്ഷ്മതയോടെയാണ് പോകുന്നത്. ഞാൻ നിയമപരമല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യില്ല. അപ്പോൾ ഈ സൂക്ഷ്മത ഇനിയും മറ്റെന്തെങ്കിലും മുന്നിൽ കണ്ടാണോ? ഒരുപക്ഷേ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദം ഞാൻ മറ്റു പലതും മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം ഞാൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രി എന്നറിയപ്പെടാനുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. കാരണം KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 9 വർഷം ഞാൻ പ്രവർത്തിച്ചു. ഒരു തകരാറുമില്ല. ഞാൻ KPCC വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് എത്തിച്ചു. സ്വാഭാവികമായി എന്നെ മറ്റൊരു ചുമതല ഏൽപ്പിച്ചപ്പം അതിലും ഞാൻ നന്നായി കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. ഇല്ലെങ്കിൽ ഞാൻ അന്ന് അവസാനിപ്പിക്കും, അത്രേ ഉള്ളൂ. ഇനിയും താങ്കൾ പ്രതീക്ഷിക്കുന്ന ചുമതല മുഖ്യമന്ത്രി പദമാണെങ്കിൽ അത് കുറച്ചും കൂടി നേരത്തെ വന്നാൽ നന്നായിരുന്നു എന്നൊരു ആഗ്രഹമുണ്ടോ? നമ്മളല്ലല്ലോ ഇത്തരം കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത്, ഞാനല്ലല്ലോ. പണ്ടില്ലാത്തൊരു സൂക്ഷ്മത പല കാര്യങ്ങളിലും കാണിക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും നേരത്തെ പാർട്ടി രംഗത്താണ് ഞാൻ പ്രവർത്തിച്ചത്. ഇപ്പം ഞാൻ ഗവൺമെൻറ് രംഗത്താണ്. ഭരണരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൂടാകുമ്പോൾ എപ്പോഴും ഇതൊരു വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നൊരു വകുപ്പാണ്. പലരും എന്നോട് ഉപദേശിക്കുകയും ചെയ്തു ഈ ആഭ്യന്തര വകുപ്പ് എടുക്കുന്നതിനകത്ത് ഉള്ള അപകടം വരെ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയോടെ പോകുന്നുള്ളൂ. നാളെ നമ്മളിപ്പോൾ എന്താകുന്നില്ല എന്നുള്ള ഗ്രാഫ് വരച്ച് കണക്ക് കൂട്ടി പ്രവർത്തിക്കുന്ന ഒരാളല്ല. ഉമ്മൻചാണ്ടിക്ക് രമേശ് ചെന്നിത്തല എല്ലാ പിന്തുണയും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഇരിക്കുന്ന പോസ്റ്റ് മോഹിക്കുന്നുണ്ട് എന്ന് കരുതുന്നത് ശരിയാവുമോ? അല്ല, അങ്ങനെയല്ല. ഞാൻ ചോദിട്ടെ, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളില്ലെന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത ആളാണ്. അതിനുവേണ്ടി എത്ര നാൾ കാത്തിരിക്കാൻ താങ്കൾ തയ്യാറാവും? അല്ല, ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ ഒന്നുമല്ല. ഞങ്ങളുടെ പാർട്ടി സംവിധാനങ്ങളാണിത്. ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ തീരുമാനത്തിന് ഞാൻ വിധേയനാണ്. നാളെ ഇതൊന്നുമല്ല ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ബാധ്യസ്ഥനാണ്. UDF എന്ന സംവിധാനം ഇങ്ങനെ തന്നെയാണ് പോവേണ്ടതെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? UDF എന്ന സംവിധാനം കുറേ കൂടി മെച്ചപ്പെട്ട് തന്നെ മുന്നോട്ട് പോകണം. പറയുന്ന അഭിപ്രായങ്ങൾ പറയേണ്ട ആളുകൾ പറയേണ്ട വേദികളിൽ പറയണം. അതായത് മുന്നണി മര്യാദകൾ പാലിക്കണം. അതല്ലാതെ വെളിയിൽ മുഴുവൻ കാര്യങ്ങളും പറയുകയും ജനങ്ങളുടെ മധ്യത്തിൽ
പരസ്പരം ചെളിവാരി എറിയുകയും ചെയ്യുന്ന നടപടി യു ഡി എഫിന് ഗുണകരമല്ല. അത് യു ഡി എഫിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ജനലക്ഷങ്ങളെ നിരാശരാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാലകൃഷ്ണപിള്ള കെ എം മാണിക്കെതിരെ വ്യക്തമായ നിലപാടെടുത്തു എന്ന് താങ്കൾക്കറിയാം. അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നതുമാണ്. അങ്ങനെ ഒരാളെ യു ഡി എഫിൽ വെച്ച് പൊറപ്പിക്കുന്നതിൽ എന്താണ് അടിസ്ഥാനം? യു ഡി എഫിലെ ഒരു സീനിയർ നേതാവാണ് CR ബാലകൃഷ്ണപിള്ള. അദ്ദേഹം മുന്നണിയിൽ തുടരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അദ്ദേഹം അതോടൊപ്പം തന്നെ മുന്നണിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ മുന്നണിക്കകത്ത് പറയണം. വെളിയിൽ പറഞ്ഞ് മുന്നണി നേതാക്കന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കത്തക്ക നിലയിലുള്ള പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം അത് അവസാനിപ്പിക്കും. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചാണ്. അല്ല, ഇതൊക്കെ ഇനിയും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഒരുപാട് തവണ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും അദ്ദേഹം സമ്മതിച്ചിട്ടില്ല, അതനുസരിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ പോകും എന്നുള്ള സൂചനകൾ കിട്ടിയതിന് ശേഷവും ഇങ്ങനെ പറഞ്ഞതിൽ എന്താണ് അർത്ഥം? അല്ല, യു ഡി എഫിൽ നിന്ന് നമ്മൾ ആരെയും പുറത്താക്കാറില്ല. ഇപ്പോൾ KR ഗൗരിയമ്മയുടെ കാര്യം എടുത്താൽ, MV രാഘവൻ്റെ കാര്യം എടുത്താൽ, ഞങ്ങളാരും യു ഡി എഫിൽ നിന്ന് ആരെയും പുറത്താക്കത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. എവരുടെയൊക്കെ സംഭാവന യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ R ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സീനിയർ ലീഡർ എന്നുള്ള നിലയിൽ യു ഡി എഫിനെ കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങളായിട്ട് ഒരു കാരണവശാലും യു ഡി എഫിൽ നിന്ന് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം യു ഡി എഫിൽ നിൽക്കണമെന്നും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇനിയും യു ഡി എഫിന് ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അല്ല, പക്ഷേ ഈ സംവിധാനം നന്നാവണമെന്ന് താങ്കൾക്ക് ആഗ്രഹമില്ലേ? ഉണ്ട്. ഇവരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഈ സംവിധാനം നന്നാക്കാൻ പറ്റും? അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു മുന്നണിയുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് R ബാലകൃഷ്ണപിള്ളയാണെങ്കിലും PC ജോർജ് ആണെങ്കിലും ഞാനാണെങ്കിലും. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞത് മിതത്വവും മുന്നണി മര്യാദയും പാലിച്ചാൽ മാത്രമേ ബാലകൃഷ്ണപിള്ളയ്ക്ക് ഈ മുന്നണിയിൽ നിൽക്കാൻ കഴിയൂ എന്നാണ്. താങ്കളും അതേ അഭിപ്രായക്കാരനാണോ? അല്ല, ബാലകൃഷ്ണപിള്ളയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ള കാര്യം അത്. ഒരു മുന്നണി സംവിധാനം ശരിയായ നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ആ മുന്നണി സംവിധാനത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ എല്ലാവരും ഇതേ കാര്യങ്ങൾ പാലിക്കണം. അല്ലാണ്ട് ബാലകൃഷ്ണപിള്ള മാത്രം പാലിച്ചാൽ പോരാ. എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ ബാലകൃഷ്ണപിള്ളയ്ക്ക് ഒരു മാനദണ്ഡവും PC ജോർജിന് മറ്റൊരു മാനദണ്ഡവും പാടില്ല എന്നല്ല? അത് മാത്രമേ, എനിക്കും ആ മാനദണ്ഡം ബാധകമാണ്, എനിക്കും ബാധകമാണ്. അപ്പോൾ ഒരു മുന്നണി സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും അത് ബാധകമാകും. എല്ലാവരും ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട്. പക്ഷേ PC ജോർജ് ആ കാര്യം ആ UDF യോഗത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും അദ്ദേഹം അത് വെളിയിൽ ആ കാര്യം പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അല്ല, ഇനി അങ്ങോട്ട് അത് ഉൾക്കൊണ്ട് തന്നെ ആയിരിക്കും PC ജോർജ് പ്രവർത്തിക്കുക എന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ജോർജിൻ്റെ കാര്യമാകുമ്പോൾ ആർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ കഴിയുമോ? പക്ഷേ പൊതുവികാരം ഉൾക്കൊള്ളുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് കുറച്ചും കൂടെ കർക്കശമായ ഒരു നിലപാടെടുത്തിരുന്നു. ഇനിയും ഇത്തരം കാര്യങ്ങളെ പൊറപ്പിച്ചുകൊണ്ട് പോകാനുള്ളൊരവസ്ഥയിലല്ല UDF. അതുകൊണ്ട് സഹിച്ചത് മതിയായി, ഇനി വേണ്ട പിള്ളയും ജോർജും പോലെയുള്ള ആളുകൾ. ആ നിലപാടിലേക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് വരാത്തത്? അല്ല, ആ നിലപാട് ലീഗിനില്ല. കാരണം ഈ കാര്യങ്ങളിലെല്ലാം വളരെ നല്ല നിലപാടെടുത്തിട്ടുള്ളത് ശ്രീ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ഇവരോടൊക്കെ സംസാരിക്കുന്ന കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയും ശ്രീ PP തങ്കച്ചി UDF കൺവീനറുമാണ്. ഇത് ഇവരോടൊക്കെ സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ യോജിപ്പോടുകൂടി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചു അവരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. UDF ഒറ്റക്കെട്ടായി പോകണം. ഇപ്പോൾ UDF-നെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കല്ലേ ഇക്കാര്യത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്? എന്തുകൊണ്ടാണ് നേതൃപരമായ ഒരു പങ്ക് ഇക്കാര്യത്തിൽ വഹിക്കാത്തത്? ഞങ്ങൾ നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ. അല്ല, കൂടുതലും കുഞ്ഞാലിക്കുട്ടിയൊക്കെ സംസാരിക്കുന്നത്. അത് നമ്മൾ ശ്രീ R ബാലകൃഷ്ണപിള്ളയോട് സംസാരിക്കാൻ UDF കൺവീനറെയും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും നിങ്ങളെ കൂടി ചുമതലപ്പെടുത്തിയതാണ്. ഈ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് എന്തെങ്കിലും ആജ്ഞാശക്തി ബാക്കിയുണ്ടോ? ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ നേതാവായ, വളരെ സീനിയർ നേതാവായ UDF-ന്റെ കൺവീനർ വെറും ചാവേർ എന്നാണ് ഒരു ഘടകകക്ഷി നേതാവ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ ആരും പ്രതികരിക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസിന് എന്തുമാവാന്നുള്ളതല്ലേ ഇപ്പോൾ കാണിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നതിന് എപ്പോഴും പ്രതികരിക്കണമെന്നൊന്നുമില്ല. എന്താണ് നമ്മുടെ താല്പര്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. UDF എന്ന സംവിധാനത്തിന് കോട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പോൾ വലയുമായി കാത്തിരിക്കുന്നവർ അപ്പുറത്തുണ്ട്, ഇടതുപക്ഷത്തിൽ. അവരിപ്പോൾ വലയിട്ട് മീൻ പിടിച്ചു കളയെന്നുള്ള ധാരണയിലായിരിക്കും. അതാണ് പ്രശ്നം. അല്ല, അങ്ങനെ ഇവിടുന്ന് ആരും കിട്ടത്തില്ല അവർക്ക്. അത് തെറ്റായ ധാരണയാണ്. പോയവരുടെ സ്ഥിതി എല്ലാവർക്കും അറിയാം. പോയ ഗൗരിയമ്മയുടെ സ്ഥിതി എന്താ? പോയ MV രാഘവന്റെ പാർട്ടി രണ്ടായി ഒരു ഭാഗം അരവിന്ദാക്ഷൻ ഉൾപ്പെടെ പോയി. അവർ INL 30 വർഷമായിട്ട് ഇരിക്കുന്നത്, ഇതിനകത്ത് കയറിയിട്ടില്ല. അപ്പം പോയവരുടെ സ്ഥിതി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവിടുന്ന് ആരും അങ്ങോട്ട് പോകുന്ന ആരും ധരിക്കണം. ബാലകൃഷ്ണപിള്ള വളരെ സീനിയറായ ഒരു UDF നേതാവാണ്. അദ്ദേഹം LDF-ലേക്ക് പോകാനുള്ള സാധ്യത എന്തെങ്കിലും താങ്കൾ കാണുന്നു? ശ്രീ R ബാലകൃഷ്ണപിള്ള LDF-ലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടാണ് അത്ര ഉറപ്പിച്ച് പറയുന്നത്? കാരണം അദ്ദേഹത്തിന് UDF-ൽ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. LDF-ൽ നിന്നാൽ എന്താ പ്രശ്നം? LDF-ൽ LDF അവരെ ആരെയും K കരുണാകരനെ പ്രവേശിപ്പിക്കാത്ത
LDF CR ബാലകൃഷ്ണപിള്ള എടുക്കൂ. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരികയാണ്. BJP-യെ പേടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മാറി ചിന്തിച്ചാൽ എന്താ സംഭവം? CPI ഉള്ളിടത്തോളം കാലം ഒരു പാർട്ടി അവരായതല്ല അതിനകത്തോട്ട് കയറ്റത്തില്ല. അപ്പൊ താങ്കൾ CPI ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞോളൂ, VS ഉള്ളിടത്തോളം കാലം താങ്കൾ പറയുന്നില്ല. അപ്പൊ VS-ന് മാറ്റം വന്നു? തീർച്ചയായിട്ടും VS-ഉം CPI രണ്ടും കൂടെ ഒരുമിച്ച് പറയാം നമുക്ക്. അപ്പൊ ബാലകൃഷ്ണപിള്ള ഇതൊന്നും ആലോചിക്കാതെയാണോ അങ്ങോട്ടൊരു ചായ്വ് കാണിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ബാലകൃഷ്ണപിള്ള മുന്നണി വിട്ടുപോകുന്ന ആരാ പറഞ്ഞു? അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു, അതിനകത്ത് UDF-ന് ചില അസംതൃപ്തി നമ്മൾ രേഖപ്പെടുത്തി. അതിനപ്പുറത്തേക്ക് നമ്മൾ വായിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ UDF-ന് മാത്രമല്ല അസംതൃപ്തി ഉള്ളത്, ബാലകൃഷ്ണപിള്ളയ്ക്കും ഒരുപാട് കാര്യങ്ങളിൽ അസംതൃപ്തി ഉണ്ട്. അദ്ദേഹം എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് UDF-ൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെയാണ് UDF ചെയ്യാതെ പോയത്, അത് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? ബാലകൃഷ്ണപിള്ളയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പരാതികളുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നുണ്ട്. തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 418 ബാറുകൾ പൂട്ടിക്കിടന്നപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനായി താങ്കൾ ഒരു നിർദ്ദേശം വെച്ചു. നല്ല നിർദ്ദേശമായിരുന്നുവെങ്കിലും സുധീരനോ ഉമ്മൻചാണ്ടിയോ അത് ചെവിക്കൊണ്ടില്ല. അതിനുശേഷം പാർട്ടിയിൽ ഒരു നേതൃത്വപരമായ പങ്ക് താങ്കൾ വഹിക്കുന്നതായി കാണുന്നില്ല. താങ്കൾ ഒരു കാര്യത്തിലും അങ്ങനെ അഭിപ്രായം പറയുകയോ ഇടപെടുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. എന്താ? അത് ശരിയല്ല. കാരണം ഞാൻ 418 ബാറിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് വന്നു. പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം രൂക്ഷമായപ്പോൾ കോൺഗ്രസ് ജന്മദിന സമ്മേളനത്തിൽ വെച്ച് ഞാനാണ് മുന്നോട്ട് വെക്കുന്നത്, പാർട്ടിയിൽ ഐക്യമുണ്ടാകണം, യോജിച്ചു പോകണം. അതിനുവേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാം ഞാൻ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു ഐക്യം ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പോൾ പാർട്ടിക്കകത്ത് ഐക്യം ഇല്ലാത്ത അവസ്ഥയില്ല. അപ്പോൾ പാർട്ടിയിലുണ്ടായ ഐക്യം UDF-ൽ ഉണ്ടാക്കാൻ താങ്കൾക്ക് മുൻകൈ എടുക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഞാൻ മുൻകൈ എടുക്കുന്നുണ്ടല്ലോ. ഞാൻ ബാലകൃഷ്ണപിള്ളയോട് സംസാരിച്ചു, ഞാൻ PC ജോർജുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് ഈ UDF-ൽ നിന്ന് ആരും UDF വിട്ട് പോയില്ല, UDF-നകത്ത് തന്നെ നിൽക്കും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഞാനതാ പറഞ്ഞത്. PC ജോർജിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ബാലകൃഷ്ണപിള്ളയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് പറഞ്ഞ് തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് ഒരു തെറ്റ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും സുധീരനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ തന്നെ AK ആന്റണി വന്നപ്പോഴാണ് കഴിഞ്ഞതെന്ന് PC ജോർജ് തന്നെ പറഞ്ഞു. അപ്പോൾ മറ്റാരെങ്കിലും വന്നാലേ ഇതൊക്കെ പരിഹരിക്കാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത എന്തിനാണ് ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുത്തുകൂടെ? ഞങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുധീരൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ശ്രമം നടത്തുന്നുണ്ടോ? KPCC പ്രസിഡന്റ് VM സുധീരനും മുഖ്യമന്ത്രിയും ഞാനും തങ്കച്ചനും കൂടി ഇരുന്നിട്ട് ആലോചിച്ചിട്ടാണ്, മറ്റ് ഘടകകക്ഷി നേതാക്കളുമായിട്ട് ആലോചിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആരും അങ്ങനെ മാറി നിന്നിട്ടില്ല. സുധീരന് പറയേണ്ട അഭിപ്രായങ്ങളെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരസ്യമായി പറയുന്നില്ലെന്നുള്ളൂ, പരസ്യമായിട്ട് ഇപ്പോൾ ഞാനും പറയുന്നില്ലല്ലോ. വയലാർ രവിയുടെ ഗ്രൂപ്പോടെ ചേർന്ന് വിശാല ഗ്രൂപ്പ് ഉണ്ടായിക്കഴിഞ്ഞു. താങ്കളെ എല്ലാവരും നേതാവായി അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ മുമ്പില്ലാത്തതുപോലെ അത്യാവശ്യം ഗ്രൂപ്പ് യോഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? KPCC പിടിച്ചെടുക്കുക എന്നുള്ളതാണ്? അല്ല, ഇപ്പം ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, വേറെ അതിന് അവാന്തരമായിട്ട് മറ്റൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കുക. കേരളത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയമുണ്ട്. Iയും Aയും രണ്ട് ഗ്രൂപ്പുകൾ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഇല്ലയെന്നൊക്കെ ഞാൻ പറയുന്നത് ആളെ കളിപ്പിക്കലാണ്, അതുകൊണ്ടുണ്ട്. പക്ഷേ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഇപ്പോൾ ഇല്ല. ഭരണത്തിൽ ഉമ്മൻചാണ്ടിക്ക് എല്ലാ പിന്തുണയും കൊടുക്കുകയും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെ വകവരുത്താൻ ശ്രമിക്കുകയും രണ്ടും കൂടെ ഒരുമിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? അല്ല, രാഷ്ട്രീയമായിട്ട് ഉമ്മൻചാണ്ടി എടുക്കുന്ന എല്ലാ നിലപാടുകളെയും അംഗീകരിക്കണമെന്നൊന്നുമില്ല. അതൊക്കെ ഞങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്. ഭരണരംഗത്ത് അദ്ദേഹം എടുക്കുന്ന എല്ലാ നിലപാടും ഞാൻ അംഗീകരിക്കണമെന്ന് ഒരിടത്തും എഴുതി കൊടുത്തിട്ടുമില്ല. അതൊക്കെ അഭിപ്രായം വ്യത്യാസമുള്ള കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം പറയും. ഗ്രൂപ്പിൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടടുത്ത് ഗ്രൂപ്പിൻ്റെ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ ഒരു പാർട്ടി ഒരുമിച്ച് പോകണം, പാർട്ടി പ്രവർത്തകരുടെ നിരാശ ഉണ്ടാകരുത്, യോജിപ്പിച്ച് തന്നെ പോകണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കെന്നും അന്നും ഉള്ളത്, നാളെ ഉള്ളത് തന്നെ. ഇതുവരെ ചർച്ച ചെയ്തത് മുന്നണിയുടെ കാര്യമായിരുന്നു. ഭരണരംഗത്ത് തന്നെ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ താങ്കൾക്കുണ്ടോ മുഖ്യമന്ത്രിയുമായി? അല്ല, ഭരണരംഗത്ത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതെന്താ തെറ്റ്? ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം മാത്രമാണോ എൻ്റെ അഭിപ്രായമാണോ കുഞ്ഞാലിക്കുട്ടിക്കുള്ളത്? വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഓരോ കാര്യങ്ങളിലും ഉണ്ടാവുമല്ലോ. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിയും രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിയും തമ്മിലായിരിക്കും മത്സരിക്കുക എന്ന് ഉറപ്പിക്കാമല്ലോ. അല്ല, ഒന്നാമത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയില്ല. എന്തായാലും മെമ്പർഷിപ്പ് എങ്ങനെ വേണം, എഫക്റ്റീവ് മെമ്പർഷിപ്പ് വേണോ, ഓർഡിനറി മെമ്പർഷിപ്പ് മതിയോ എന്നുള്ള കാര്യത്തിൽ AICC തീരുമാനം എടുത്തിട്ടില്ല. ഇനി അത് AICC സമ്മേളനം കൂടി സമ്മേളനത്തിൽ വെച്ച് ഭരണഘടനാ ഭേദഗതി വരുത്തിയതിന് ശേഷമേ ഇനിയിപ്പം മെമ്പർഷിപ്പിൻ്റെ കാര്യം പ്രസക്തമാവുകയുള്ളൂ. ഞങ്ങൾക്കും ഈ വിഭാഗവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്, സംശയമില്ലാത്ത കാര്യം. അടുത്ത കാലത്ത് വയനാട്ടിലും പാലക്കാട്ടും കൊച്ചിയിലും കളമശ്ശേരിയിലും ഒക്കെ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ നടന്നു. അവരാരെയും ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും ഓഫീസുകൾ തകർക്കുക വരെ ചെയ്തു. ഇത് ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെയോ മോശമാക്കാൻ ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്ന് താങ്കൾക്ക് ആക്ഷേപമുണ്ടോ? അങ്ങനെയില്ല. ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം ഞങ്ങൾ വളരെ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന് അതിന് എല്ലാ വിവരങ്ങളും ഉണ്ട്. ഇത് ഈ മാവോയിസ്റ്റുകളുമായി ബന്ധമുള്ള ചില
അർബൻ ഓർഗനൈസേഷൻസ് അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാവോയിസ്റ്റ് പ്രവർത്തനമൊന്നുമല്ല, ഇത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. രാത്രിയിൽ ആർക്കും ചെയ്യാം. ഇതൊക്കെ ഭീരുക്കൾ ചെയ്യുന്ന കാര്യമാണ്. സിറ്റികളിൽ പോലും അവർക്ക് ആക്രമണം നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി ഇല്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇത് ആക്രമണമൊന്നുമല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിട്ട് മാത്രമേ. പക്ഷെ അത് മാവോയിസ്റ്റ് ആക്രമണം എന്ന് പറയാൻ ആഭ്യന്തരമന്ത്രിക്ക് എന്താ വിഷമമുള്ളത്? സാമൂഹ്യ വിരുദ്ധർ എന്നാണ് എപ്പോഴും പറയുന്നത്. കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് സാമൂഹ്യ വിരുദ്ധന്മാരുടെ പ്രവർത്തനമാണ്. അല്ലെങ്കിൽ മാവോയിസ്റ്റ് ആവണമെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യണം? അല്ലല്ല, മാവോയിസ്റ്റ് പ്രവർത്തനം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, അതാ ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ആളുകളെ കൊന്നാലേ മാവോയിസ്റ്റ് ആവുകയുള്ളൂ? അങ്ങനെയല്ല. അത് ആശയപരമായ ഒരു പോരാട്ടമാണ്, നമുക്ക് മനസ്സിലാവുക. ഇതൊരു ആശയവും എന്തോ ആശയം. രാത്രിയിൽ എവിടെയെങ്കിലും ചെന്ന് കല്ലെറിഞ്ഞിട്ട് പോസ്റ്റ് പതിക്കുക, ഇതൊക്കെ പബ്ലിസിറ്റിക്ക്. അതുകൊണ്ട് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ദയവായി ഇതിന് പബ്ലിസിറ്റി കൊടുക്കാതിരുന്നത് തന്നെ അവസാനിച്ചോളൂ. ഇത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഏർപ്പാടാണ്. ഇത് അവസാനിക്കണമെങ്കിൽ എല്ലാ മാധ്യമ പ്രവർത്തകരും ഈ വാർത്ത ഒന്ന് കൊടുക്കാതിരുന്ന് നോക്ക്. ഇത് തന്നെതാനില്ലാതെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി കൂടുതൽ ഡോസിൽ അവരെന്തെങ്കിലും ചെയ്താലോ? ഒന്നും ചെയ്യാൻ അവർ കഴിയത്തില്ല. അവർക്ക് ഇതുപോലും ചെയ്യാൻ കഴിയത്തില്ല. ഇത് ചെയ്ത ആളുകളെ നമ്മൾ പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് വളരെ മോശം സമയമാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ജയന്തി നടരാജനെ പോലുള്ള ആളുകൾ പുല്ലുപോലെ രാഹുൽ ഗാന്ധി തന്നെ ചോദ്യം ചെയ്തിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഇനിയും പല നേതാക്കളും ആ വഴി പിന്തുടർന്നേക്കാം. അപ്പോൾ അവിടുത്തെ ഒരു നേതൃദാരിദ്ര്യം കൊണ്ട് തിരിച്ച് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഡൽഹിയിലേക്ക് പോകണമെന്നൊരു തോന്നൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാവുമോ? അതിൽ പാർട്ടി എപ്പോൾ വിളിച്ചാലും ഞാൻ ഏത് ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എപ്പോഴും ഞാൻ ഡൽഹി 10-20 വർഷക്കാലം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ പ്രവർത്തന മേഖല ഇവിടെയാണ്. നാളെ എന്നോട് ഡൽഹി ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പോകാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ മനസ്സോടെ പോകുമോ? കാരണം താങ്കൾക്ക് ഇവിടെ ചില സ്വപ്നങ്ങളുണ്ടല്ലോ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും ഇപ്പോൾ എന്നോട് ഡൽഹി പോയി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ പോകും. കോൺഗ്രസിൽ കുറച്ചെങ്കിലും അച്ചടക്കം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടായിരുന്നു. നെഹ്റു കുടുംബം അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്, അവരുടെ ഇഷ്ടത്തിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. അതും പോയാൽ കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൽ എന്തുണ്ടാവും? അല്ല, പാർട്ടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഹൈക്കമാൻഡ് അല്ലാതാകുന്നില്ല. ഹൈക്കമാൻഡിൻ്റേതായ ശക്തിയുണ്ട്, തീരുമാനങ്ങളുണ്ട്. അത് പാർട്ടി പ്രവർത്തകർ അനുസരിക്കാൻ ബാധ്യസ്ഥരുമാണ്. പിന്നെ പാർട്ടിയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകുമ്പോൾ കുറേ ആളുകൾ എപ്പോഴും വെതർ കോക്സ് ഉണ്ട്. കാലാവസ്ഥ നോക്കിയിട്ട് മാറി മാറി സഞ്ചരിക്കുന്ന ധാരാളം നേതാക്കന്മാർ നമ്മുടെ പാർട്ടികളിലൊക്കെ ഉണ്ട്. അതൊക്കെ കുറേ സംഭവിക്കുന്നുള്ളതാണ്. മാത്രമല്ല, കോൺഗ്രസ് നയങ്ങളിലും പരിപാടികളിലും മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കും. അതിൻ്റെ വ്യക്തമായ അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. നമ്മുടെ നയങ്ങളിൽ പൊളിച്ചെഴുത്ത് വരുത്തണം. അവസാനമായിട്ട് ചോദിക്കട്ടെ, ഇവിടുത്തെ കോൺഗ്രസ് എന്ത് ചെയ്യണം? ഇവിടുത്തെ കോൺഗ്രസ് മുന്നണിക്ക് കൂടുതൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും മുന്നണിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും നേതൃത്വപരമായ പങ്ക് വഹിക്കണം. തന്നെയുമല്ല, വരാൻ പോകുന്ന 1.5 വർഷം വളരെ നിർണായകമാണ്. കാരണം ഇനിയും ഇന്ത്യയിലെ കോൺഗ്രസ്സിന് തിരിച്ചു വരണമെങ്കിൽ കേരളത്തിൽ നിന്നൊരു വിജയം ഉണ്ടായിട്ട് വേണം വരാൻ. കാരണം അടുത്ത സെറ്റ് ഓഫ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബംഗാൾ, കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ഈ സംസ്ഥാനങ്ങളിൽ വിജയിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ കേരളം 2 തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ നയിക്കുന്നതിന്, പാർട്ടിയെ വിജയിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം ആർക്കാണ്? സുധീരൻ്റെതാണോ, ഉമ്മൻചാണ്ടിയുടെയാണോ, രമേശിൻ്റെതാണോ? ഞങ്ങൾക്ക് 3 പേർക്കും ഈക്വലായി ഉത്തരവാദിത്വമാണ്. പറയാൻ വളരെ എളുപ്പമുള്ള ഒരു ഉത്തരം മാത്രമേ ആവുന്നുള്ളൂ. ആദ്യത്തെ ഉത്തരവാദിത്വം ആർക്കാണ്? സ്വാഭാവികമായിട്ട് പാർട്ടി പ്രസിഡന്റിനാണ്. ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പാർട്ടിയുടെ വിജയം ഉണ്ടായാലും പരാജയം ഉണ്ടായാലും പ്രസിഡന്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം കൂടുതൽ, പാർട്ടി പ്രസിഡന്റ്. പിന്നെ ഭരണത്തിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കുമുണ്ട്. 3ാം സ്ഥാനത്തെ ഞാൻ വരുള്ളൂ. കാരണം പാർട്ടിയുടെ ഹൈറാർക്കി വെച്ചിട്ട്. കാരണം പാർട്ടി പ്രസിഡന്റിനാണ് പാർട്ടിയെ നയിക്കുന്ന. മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിപ്രായങ്ങളും അവിടെ പ്രതിഫലിക്കും. അപ്പോൾ ഈ 3ാം സ്ഥാനത്തെ വരുന്നുള്ളൂ എന്നത് ഒരു സുരക്ഷിതത്വമായിട്ട് കണക്കാക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഏറ്റവും പരീക്ഷണ ഘട്ടങ്ങളിൽ പാർട്ടിയെ നയിച്ച ഒരാളാണ്. ശ്രീ K. കരുണാകരൻ ഉൾപ്പെടെയുള്ള ഒരു പാർട്ടി വിട്ടുപോയിട്ട് പാർട്ടി ഒന്നുമല്ല, എല്ലും തോലുമായി, ഇനി ഇത് രക്ഷയില്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ പാർട്ടി ആ വെല്ലുവിളി ഏറ്റെടുത്ത ഒരാളാണ്. അതുകൊണ്ട് വെല്ലുവിളികളെ ഏറ്റെടുത്ത് വിജയങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. മാത്രമല്ല, ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇനിയാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന് വിജയത്തിലേക്ക് എത്തിക്കാൻ വലിയ പാടില്ല എന്നാണ്, വലിയ പ്രയാസപ്പെടേണ്ടി വരില്ല. നമ്മൾ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ ഉത്തരവാദിത്വത്തിൽ ഇപ്പോൾ 3ാമത് നിൽക്കുന്നയാൾ എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി.